കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് 1-2 വീക്കൊക്കെ അതിന് ഡിസ്കഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്ക് ടു നോർമൽ. ഇനി ആരാണ് ഇതിനൊക്കെ ഉത്തരവാദിയും ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും ക്യാപിറ്റലിസം നടപ്പാക്കിയ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസ് വന്നിട്ട് നമ്മളതിനെ സ്ലേവ്സ് ആക്കാൻ നോക്കുകയാണെന്നൊക്കെ. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുറത്തുള്ള കോർപ്പറേറ്റ് കമ്പനീസ് പോലും ഇന്ത്യനെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ ഓഫീസ് തുടങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഒരു IT ഹബ്ബായിട്ട്, വേൾഡിന്റെ തന്നെ IT ഹബ്ബായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും റീസൺ? അതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്ന ക്വാളിറ്റി മാൻ പവർ തന്നെയാണ്. 10,000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരാള് നാളെ റിസൈൻ ചെയ്യുവാണെങ്കിൽ 6,000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്ന വേറൊരാളിനെ അവർക്ക് പ്ലഗ് ചെയ്യാനായിട്ട് യാതൊരു വിഷമമില്ല. അത്രയും പേരാണ് ക്യൂ നിൽക്കുന്നത്. രണ്ടാമത്തെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺട്രീസിൽ ഒന്നും പോയിട്ട് ഇതുപോലെ കമ്പനീസ് തുടങ്ങി അവിടെ ഇതുപോലെ ലേബേഴ്സിനെ കൊണ്ട് ജോലി ചെയ്യിക്കാനായിട്ട് പറ്റില്ല. കാരണം ലേബർ ലോസ് ഒക്കെ അത്രയും സ്ട്രോങ് ആണ് അവിടെ. ഇനി ഇൻ കേസ് അവിടെ ഒരു ഓവർ ടൈം ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഡബിൾ സാലറി കൊടുക്കണം എന്നുള്ളതാണ് സിസ്റ്റം. ആ ഒരു സിസ്റ്റം സ്ട്രോങ് ആയതുകൊണ്ടാണ് അവിടെ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ആ സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിലവിലില്ല എന്നുള്ളതാണ് സത്യം. ആർക്കാണ് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുക? അഫ്കോഴ്സ് നമ്മുടെ ഗവൺമെന്റിന് തന്നെയാണ്. പക്ഷെ ഗവൺമെന്റിനെ ചൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് നമുക്കുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനിയെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ യൂത്ത് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഫോറിൻ കൺട്രീസിലേക്ക് പോകുന്നത് ആർക്കാണ് തടയാൻ പറ്റുക?